ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വീണ്ടും ചൂടാക്കി കഴിക്കുമ്പോൾ ശരീരത്തിൽ ഗുണത്തേക്കാളേറെ ദോഷം ചെയ്യുന്ന ഒരുപാട് ഭക്ഷണ പദാർത്ഥങ്ങളുണ്ട്. ഏതൊക്കെയാണ് ഈ ഭക്ഷണങ്ങളെന്ന് നോക്കാം. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ അവസാനം വരെ കാണുക. നമ്മുടെ തിരക്കുപിടിച്ച ജീവിതശൈലിയിൽ ഏവർക്കും ഒരു ആശ്രയം തന്നെയാണ് ഫ്രിഡ്ജ്. ബാക്കി വരുന്ന ഭക്ഷണങ്ങൾ ഫ്രിഡ്ജിൽ വെച്ച് പിന്നീട് ചൂടാക്കി കഴിക്കാറുള്ളത് പതിവാണ്. എന്നാൽ ചില ഭക്ഷണങ്ങൾ വീണ്ടും ചൂടാക്കുമ്പോൾ അവയുടെ പോഷകഗുണം നഷ്ടപ്പെടുക മാത്രമല്ല, ശരീരത്തിന് ഹാനികരമായ വിഷാംശങ്ങൾ ഉൽപ്പാദിപ്പിക്കപ്പെടുകയും ചെയ്യുന്നു. ഭക്ഷണം പാകം ചെയ്ത് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് പിന്നീട് ചൂടാക്കി കഴിക്കുന്നത് സർവ്വസാധാരണമാണ്. എന്നാൽ എല്ലാ ഭക്ഷണങ്ങളും ഇത്തരത്തിൽ വീണ്ടും ചൂടാക്കി കഴിക്കാൻ അനുയോജ്യമല്ല. ചില ഭക്ഷണങ്ങളിലെ പ്രോട്ടീനുകളും നൈട്രേറ്റുകളും രാസമാറ്റത്തിന് വിധേയമായി ദഹന പ്രശ്നങ്ങൾക്കും ഭക്ഷ്യവിഷബാധയ്ക്കും വരെ കാരണമായേക്കാം. ചൂടാക്കി കഴിക്കുമ്പോൾ വില്ലനാകുന്ന 5 ഭക്ഷണങ്ങളെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഒന്നാമത്തേത് ചോറ്. പലരും കരുതുന്നത് ചോറ് ചൂടാക്കി കഴിക്കുന്നത് സുരക്ഷിതമാണെന്നാണ്. എന്നാൽ അരിയിൽ ബാസിലസ് സിറസ് എന്ന ബാക്ടീരിയയുടെ ബീജങ്ങൾ അടങ്ങിയിട്ടുണ്ട്. അരി വേവിച്ചാലും ഇവ പൂർണ്ണമായും നശിക്കില്ല. ചോറ് റൂം ടെമ്പറേച്ചറിൽ അധിക നേരം വെച്ചാൽ ഈ ബാക്ടീരിയകൾ പെരുകുകയും വിഷാംശം ഉൽപ്പാദിക്കപ്പെടുകയും ചെയ്യുന്നു. ഈ ചോറ് പിന്നീട് ചൂടാക്കിയാലും അതിലെ ടോക്സിനുകൾ നശിക്കില്ല. ഇത് ഛർദി, വയറിളക്കം തുടങ്ങിയ അവസ്ഥയിലേക്ക് നയിക്കാം. രണ്ടാമത്തേത് മുട്ട. മുട്ടയിലെ പ്രോട്ടീൻ ഘടന വളരെ സങ്കീർണമാണ്. ഒരിക്കൽ പാകം ചെയ്ത മുട്ട വീണ്ടും ഉയർന്ന താപനിലയിൽ ചൂടാക്കുമ്പോൾ അതിലെ പ്രോട്ടീൻ വിഘടിക്കുകയും വിഷാംശമായി മാറുകയും ചെയ്യുന്നു. ഇത് കടുത്ത വയറുവേദനയ്ക്കും ദഹന പ്രശ്നങ്ങൾക്കും കാരണമായേക്കാം. പുഴുങ്ങിയ മുട്ടയോ മുട്ടക്കറിയോ വീണ്ടും ചൂടാക്കാതെ കഴിക്കുന്നതാണ് ഉത്തമം. മൂന്നാമത്തേത് ചീരയും ഇലക്കറികളും. ചീരയിൽ ധാരാളം നൈട്രേറ്റുകൾ അടങ്ങിയിട്ടുണ്ട്. ഇത് വീണ്ടും ചൂടാക്കി കഴിക്കുന്നത് ക്യാൻസറിന് വരെ കാരണമായേക്കുമെന്നാണ് പഠനങ്ങൾ സൂചിപ്പിക്കുന്നത്. കൂടാതെ ചീര ചൂടാക്കുന്നത് അതിലെ ഇരുമ്പ് അംശത്തെ ഓക്സിഡൈസ് ചെയ്യുകയും ദഹനക്കേടുണ്ടാക്കുകയും ചെയ്യും. നാലാമത്തേതായി ചിക്കൻ. മുട്ടയെപ്പോലെ തന്നെ ചിക്കനിലും ഉയർന്ന അളവിൽ പ്രോട്ടീൻ അടങ്ങിയിട്ടുണ്ട്. തലേ ദിവസത്തെ ചിക്കൻ കറി വീണ്ടും ചൂടാക്കുമ്പോൾ അതിലെ പ്രോട്ടീൻ ഘടന മാറുകയും അത് ദഹിപ്പിക്കാൻ പ്രയാസമാവുകയും ചെയ്യുന്നു. ഇത് ഗ്യാസ് ട്രബിളിന്, വയറിന് അസ്വസ്ഥതയ്ക്കും കാരണമാകും. അഥവാ ചൂടാക്കുകയാണെങ്കിൽ കുറഞ്ഞ തീയിൽ മാത്രം ചൂടാക്കാൻ ശ്രദ്ധിക്കുക. അഞ്ചാമതായി ഉരുളക്കിഴങ്ങ്. ഉരുളക്കിഴങ്ങ് വേവിച്ച ശേഷം റൂം ടെമ്പറേച്ചറിൽ ഏറെ നേരം വെച്ചാൽ അതിൽ ക്ലോസ്ട്രിഡിയം ബോട്ടുലിനം എന്ന അപകടകാരിയായ ബാക്ടീരിയ വളരാൻ സാധ്യതയുണ്ട്. പിന്നീട് എത്ര ചൂടാക്കിയാലും ഇതിൻ്റെ ദോഷഫലം മാറില്ല. ഉരുളക്കിഴങ്ങ് വിഭവങ്ങൾ പാകം ചെയ്താൽ ഉടൻ കഴിക്കുകയോ അല്ലെങ്കിൽ വേഗം തന്നെ ഫ്രിഡ്ജിലേക്ക് മാറ്റുകയോ ചെയ്യണം. ഇനി പറയുന്നത് ഭക്ഷണം സുരക്ഷിതമായി ചൂടാക്കാനുള്ള ചില ടിപ്സാണ്. പാകം ചെയ്ത ഭക്ഷണം 2 മണിക്കൂറിനുള്ളിൽ ഫ്രിഡ്ജിലേക്ക് മാറ്റുക. ഭക്ഷണം ഒരിക്കൽ മാത്രം ചൂടാക്കുക. ആവർത്തിച്ചുള്ള ചൂടാക്കൽ ഒഴിവാക്കുക. മൈക്രോവേവ് ഉപയോഗിക്കുമ്പോൾ ഭക്ഷണം എല്ലാ ഭാഗത്തും ഒരുപോലെ ചൂടാകുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക. ചോറ് ഫ്രിഡ്ജിൽ വയ്ക്കുമ്പോൾ വായു കടക്കാത്ത പാത്രത്തിൽ സൂക്ഷിക്കുക. വീണ്ടും ചൂടാക്കി കഴിച്ചാൽ വിഷമാകുന്ന 5 ഭക്ഷണങ്ങളെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്നത്. വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും സപ്പോർട്ട് ചെയ്യുക. ഇതുപോലെയുള്ള ഉപകാരപ്രദമായ വീഡിയോകൾക്ക് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.